ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അയില വറുത്തതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ആവശ്യമാണ്. അതിനായിട്ട് ഞാനിവിടെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാലയും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മസാലകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് വരഞ്ഞു വെച്ചിരിക്കുന്ന അയിലകളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. മസാലകളെല്ലാം കൂടി നന്നായിട്ട് തന്നെ യോജിക്കണം. അങ്ങനെ അയിലകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല മസാല പിടിക്കാൻ വേണ്ടി നന്നായിട്ട് തന്നെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇളക്കി നന്നായിട്ട് ഉപ്പും മഞ്ഞളും എല്ലാം തേച്ച് നല്ല പിടിപ്പിക്കാം. 10-20 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ മസാല എല്ലാം ഈ അയിലയിൽ പിടിച്ച് കഴിയുമ്പോൾ വറുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനെ 10-15 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്ത് നമുക്ക് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഓരോ കഷ്ണം അയിലയുമായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇലയുടെ ഒരു സൈഡൊക്കെ അങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമുക്ക് മറിച്ചിട്ട് അടുത്ത സൈഡ് നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ അയില വറുത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല മസാലയും എല്ലാം നല്ല പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു ഞങ്ങൾ കഴിച്ചപ്പോഴേക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. അപ്പം ഇനി അടുത്ത പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.